ഒന്നാം പ്രതി ഒഴികെയുള്ള പ്രതികൾ, അതായത് 2 മുതൽ 6 വരെയുള്ള പ്രതികൾ ബലാത്സംഗത്തിൽ പങ്കാളികളായിട്ടില്ല. അവർ ആ സ്ത്രീയുടെ ദേഹത്ത് തൊട്ടിട്ട് പോലുമില്ല. അവർ അങ്ങനെയുള്ള ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടില്ല. അതുകൊണ്ട് അവർക്ക് കുറഞ്ഞ ശിക്ഷ നൽകണം. ആനുപാതികമായി ചെയ്ത കുറ്റത്തിന് ആനുപാതികമായി പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള ശിക്ഷ വേണം, അനുപാതത്തിലുള്ള ശിക്ഷ വേണം എന്നുള്ളതാണ്. വാദം അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. 5-6 പ്രതികളുടെ അഭിഭാഷകന്റെ വാദമാണ് ഇപ്പോൾ കേൾക്കുന്നത്. 4ാം പ്രതിയുടെ വാദം കേട്ടപ്പോൾ കോടതി പറഞ്ഞത് ഈ നേരിട്ടുള്ള പങ്കാളിത്തമില്ല, അതുകൊണ്ട് ശിക്ഷ ഇളവ് വേണം എന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് ലെറ്റ് മീ സീ എന്നുള്ളതായിരുന്നു. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം എന്റെ ഉത്തരവിലുണ്ടാകും എന്ന് കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 5-6 പ്രതികൾക്ക് വേണ്ടി അവരുടെ അഭിഭാഷകൻ വാദിക്കുകയാണ്. എന്റെ പ്രതികൾക്ക്, എന്റെ കക്ഷികൾക്ക് ഈ കേസിൽ നേരിട്ട് പങ്കാളിത്തമില്ല, അതുകൊണ്ട് ഓരോ പ്രതിയുടെയും കുറ്റകൃത്യത്തിലെ പങ്കാളിത്തം അനുസരിച്ചുള്ള വിധിയാണ്, ശിക്ഷയാണ് വേണ്ടത് എന്നുള്ളതാണ് വാദിക്കുന്നത്. 5-6 പ്രതികൾ അതിന്റെ ഫൈനൽ ഘട്ടത്തിലേക്ക്, അന്തിമ ഘട്ടത്തിലേക്ക് വാദം എത്തുകയാണ്. പ്രോസിക്യൂഷന്റെ വാദം നേരത്തെ കേട്ടു, ശിക്ഷയിന്മേൽ. ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദം കേൾക്കുന്നു. ഇനി ഏറ്റവും അധികം നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് വിധി പ്രസ്താവം കേൾക്കാനാണ്. രാഗൻ തുടരുന്നുണ്ട്. രാഗൻ, 5-6 പ്രതികളുടെ അഭിഭാഷകൻ വാദിക്കുകയാണ്. അതിനർത്ഥം വാദം അതിന്റെ അവസാന സമയത്തേക്ക്, ശിക്ഷാവിധിയിന്മേലുള്ള വാദം കൺക്ലൂഡ് ചെയ്യാണ്. ഇനി വിധിയാണ് വരുന്നത്. കോടതി ഒരു ബ്രേക്ക് എടുക്കും സ്വാഭാവികമായിട്ടും. നമുക്ക് എപ്പോൾ വിധി പ്രസ്താവം പ്രതീക്ഷിക്കാം? ഇപ്പോൾ 12:49 1 മണിയോടുകൂടി ഈ വിധിപ്രസ്താവം പൂർത്തിയാക്കി കോടതി പിരിയുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം കോടതി ചേംബറിൽ എത്തി ഇന്ന് നടന്ന വാദഗതികൾ കൂടി ഈ വിധിന്യായത്തിന്റെ ഭാഗമാക്കി ഉൾപ്പെടുത്തും. അതോടൊപ്പം ശിക്ഷയിൽ കോടതിയുടെ തീരുമാനം കോടതി എടുക്കും. തുടർന്ന് ഈ വിധി അപ്ലോഡ് ചെയ്യും. അതോടൊപ്പം കോടതി ഓപ്പൺ കോർട്ടിൽ, സാധാരണ ഓപ്പൺ കോർട്ടിൽ തന്നെ ജഡ്ജ്മെന്റ് പറയണമെന്നതാണ്, അങ്ങനെ ഓപ്പൺ കോർട്ടിൽ ഈ 6 പ്രതികൾക്കുമുള്ള ശിക്ഷ കോടതി വിധിക്കും. മനസ്സിലാക്കാൻ കഴിയുന്നു ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണി, അല്ലെങ്കിൽ കോടതി സമയം ഫിക്സ് ചെയ്യാനാണ് സാധ്യത. 3 മണിക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 4 മണിക്ക് എന്ന് പറഞ്ഞ് കോടതി സമയം ഫിക്സ് ചെയ്യാനാണ് സാധ്യത. ചില അപൂർവ ഘട്ടങ്ങളിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റാം. പക്ഷേ ഇത് അതിനുള്ള സാധ്യതകളില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും 5-6 പ്രതിക്ക് ഉള്ളത് ഒരു അഭിഭാഷകൻ തന്നെയാണ്. ആ അഭിഭാഷകനാണ് കെ വി സാബു. ഇപ്പോൾ ഈ 2 പ്രതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഇവർ പറയുന്നത് ഈ 5-6 പ്രതികൾക്ക് കൃത്യത്തിൽ നേരിട്ടൊരു പങ്കുമില്ല എന്നാണ്. കാരണം അതിനുള്ള കാരണമായി ഇവർ പറയുന്നത് ഈ ആക്സിഡന്റ് ഡ്രാമ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ആക്സിഡന്റ് നാടകം നടക്കുമ്പോൾ ഈ പറയുന്ന പ്രദീപും സലീമും ഇല്ല. അതാണ് ഈ പറയുന്ന 5-6 പ്രതികൾ ഈ വാദഗതിയായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത്താണിയിൽ വെച്ചാണ് നടിയുടെ വാഹനത്തിന് പിറകിൽ ടെമ്പോ ട്രാവലർ ഇടിപ്പിക്കുന്നത്. ആ ഘട്ടത്തിൽ ടെമ്പോ ട്രാവലർ സുനിക്കൊപ്പം മണികണ്ഠനും വിജിഷും മാത്രമാണ് ഉണ്ടായത്. തുടർന്ന് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് പ്രദീപും സലീമും വന്ന് ടെമ്പോ ട്രാവലറിൽ കയറുന്നത്. അതിനുശേഷം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഈ ക്രൂര കൃത്യം നടക്കുന്നത്. അപ്പോഴും നടിയുടെ വാഹനത്തിൽ ഇവരില്ല. എന്നാൽ ഇവർ ഇടയ്ക്ക് നടിയുടെ വാഹനത്തിൽ കയറുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ആ സമയത്ത് മോശമായി പെരുമാറിയിട്ടില്ല എന്നതാണ് ഈ 5-6 പ്രതികളുടെ വാദം. എന്തായാലും കോടതി ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ ഓരോരുത്തരുടെയും പങ്കാളിത്തം പ്രത്യേകം പരിശോധിക്കും, അല്ലെങ്കിൽ പരിശോധിക്കേണ്ടതല്ലേ എന്ന നിലപാടാണ് കോടതി എടുത്തിരിക്കുന്നത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഈ 6 പേർക്കും പരമാവധി ശിക്ഷയായിട്ടുള്ള ഇളവില്ലാത്ത ജീവപര്യന്തം നൽകണം എന്നതാണ് പ്രോസിക്യൂഷന്റെ വാദം. അതിന് കാരണമായി പ്രോസിക്യൂഷൻ പറയുന്നത് പൾസർ സുനിയാണ് ഈ ക്രൂരകൃത്യം നടത്തിയതെങ്കിലും ഒരു കാരണവശാലും ഓടുന്ന കാറിൽ രാത്രിയിൽ ഈ പൾസർ സുനിക്ക് ഈ ക്രൂരകൃത്യം നടപ്പാക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ പൾസർ സുനിക്ക് അത് നടപ്പാക്കാനുള്ള എല്ലാ സൗകര്യവും ഒത്താശയും സഹായവും ഒക്കെ ചെയ്തു നൽകിയത് മറ്റ് 5 പ്രതികൾ കൂടിയാണ്. അതുകൊണ്ട് ഈ 5 പ്രതികൾക്കും പൾസർ സുനി ചെയ്ത തെറ്റിന്റെ അത്രയും വ്യാപ്തിയുള്ള കുറ്റങ്ങളിൽ പങ്കാളിത്തമുണ്ട് എന്നത് തന്നെയാണ് പ്രോസിക്യൂഷൻ തുടക്കം മുതലേ മുന്നോട്ട് വെച്ചിരിക്കുന്ന വാദം. അതുകൊണ്ട് കൃത്യത്തിൽ പങ്കെടുത്ത 6 പേർ, ആ 6 പേർക്കും പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്നതാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ആദ്യ കുറ്റപത്രത്തിൽ 7 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ ഈ കേസിൽ നിന്ന് വിട്ടുപോയി, ചാർലി തോമസ് ഈ പ്രതികൾക്ക് സഹായമൊരുക്കി, ഒളിവിൽ കഴിയാൻ സഹായമൊരുക്കി എന്നതായിരുന്നു കുറ്റം. പക്ഷേ അത് നിലനിൽക്കുന്നില്ല എന്ന് കണ്ട് വിട്ടയച്ചു. ഈ 6 പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നതാണ് പ്രോസിക്യൂഷൻ ഏറ്റവും ഒടുവിലത്തെ അവസാന നിമിഷവും കോടതിക്ക് മുന്നിൽ പ്രധാനമായും വാദിക്കുന്ന ഘടകം. 8 വർഷം സമൂഹം ഈ നടിക്കൊപ്പം, പരാതിക്കാരിക്കൊപ്പം നിന്നു എന്ന കാര്യവും അടക്കം ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അതിന് മറുപടിയായി കോടതി പറഞ്ഞാണ് സമൂഹത്തിന് വേണ്ടിയിട്ടാണോ വിധി എന്ന കാര്യം. അതായത് തന്റെ ബോധ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിന്റെ കാര്യങ്ങൾ വേർതിരിച്ചുകൊണ്ട് വിധി എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. വിധി വായിക്കുമ്പോൾ എല്ലാത്തിനും ഉത്തരം കിട്ടും എന്ന കാര്യവും കൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്.